കോഴിക്കോട് ഇരിങ്ങണ്ണൂരിൽ അങ്കണവാടി ഹെൽപ്പറെ അടിച്ചു വീഴ്ത്തി സ്വർണ്ണമാല കവർന്നു. ഉടവന്തേരി 52 നമ്പർ അംഗൻവാടി ഹെൽപ്പർ ഉഷയുടെ 3.5 പവൻ സ്വർണ്ണമാലയാണ് സ്കൂട്ടറിലെത്തിയ മോഷ്ടാവ് കവർന്നത്. രാവിലെ 9:50 ഞാൻ ബസ് ഇറങ്ങി അംഗൻവാടിയിലേക്ക് പോകുന്നതിന് അമ്പല സ്റ്റോപ്പിൽ നിന്ന് ഇറങ്ങി നടക്കുമ്പോൾ ഒരാൾ എൻ്റെ അടുത്തേക്ക് വന്നിട്ട് ബൈക്കിൽ വന്നിട്ട് കഴുത്തിനടിക്കുകയും ചെയ്ത് മാല പൊട്ടിച്ച് ഒരു കഷ്ണം എനിക്ക് കിട്ടി, ബാക്കി ഓർമ്മയുണ്ട്. രാഹുൽ കെ വി തന്നെ വിവരങ്ങൾ നമുക്ക് നൽകും. രാഹുൽ, അന്വേഷണം എങ്ങനെയാണ്? ഈ മാലയുടെ ദൃശ്യങ്ങൾ എവിടെ നിന്നാണ്? അതുപോലെ ഒരു മോഷ്ടാവ് ആരാണെന്ന് പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇയാൾക്ക് വേണ്ടിയുള്ള അന്വേഷണം തുടരുകയാണ്. പ്രദേശത്തുള്ള CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചാണ് പ്രധാനമായും അന്വേഷണം. ആ മാല മുഴുവനായി പൊട്ടിച്ചു കൊണ്ടുപോകാൻ മോഷ്ടാവിന് കഴിഞ്ഞിട്ടില്ല. അതിലൊരു ഭാഗം ഉഷയുടെ കൈവശവും ബാക്കിയുള്ള ഭാഗം ഈ മോഷ്ടാവ് കൊണ്ടുപോവുകയാണ് ചെയ്തത്. റോഡരികിൽ തന്നെ വെച്ചാണ് സംഭവം ഉണ്ടാകുന്നത്. രാവിലെ 9:50 കൂടിയാണ് ഉഷ ബസ് ഇറങ്ങി അംഗൻവാടിയിലേക്ക് നടന്നു പോകുന്ന സമയത്താണ് ബൈക്കിലെത്തിയ മോഷ്ടാവ് വന്ന് ആദ്യം കഴുത്തിലടിച്ച് പിന്നീട് ഈ മാല പൊട്ടിച്ച് പോവുകയായിരുന്നു. പറഞ്ഞതുപോലെ കഷ്ണവും ഉഷയുടെ കൈവശവും ബാക്കിയുള്ളത് മോഷ്ടാവ് കൊണ്ടുപോവുകയുമായിരുന്നു. എന്തായാലും CCTV കേന്ദ്രീകരിച്ച് പോലീസിന്റെ അന്വേഷണം ഊർജിതമായി നടക്കുന്നത്. പക്ഷേ ആളെ കണ്ടെത്താൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. കഴുത്തിന് പരിക്കേറ്റതിനെ തുടർന്ന് ഉഷ നാദാപുരം ആശുപത്രിയിൽ ചികിത്സയും തേടിയിരുന്നു.